ഞാൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളെ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിക്കുക, എന്താണ് റിക്വയർമെന്റ് എന്ന് ക്യാപ്ചർ ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, എന്താണ് പ്രോബ്ലം എന്നുള്ളത് കറക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. അതെ, ആ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് എന്ത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് അതിന് എത്ര ആൾക്കാർ എത്ര എമൗണ്ട് തരും എന്നുള്ളൊരു കാൽക്കുലേഷൻ വേണം. അതായത് ഒരു കസ്റ്റമറിന് നമുക്കറിയില്ല എത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, നമുക്കറിയില്ല ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് എവിടെ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വേസ്റ്റ് ആയിരിക്കും. അത് ഞാനും അതിലൂടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. പ്രൊഡക്റ്റ് പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ള നോളജ് വെച്ചിട്ട് സ്കില്ല് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അതിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ളൂ, നാട്ടുകാർക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ല. അതെ, കസ്റ്റമർ കൺസേൺ ആവശ്യം പോലും നമ്മൾ കുറെ ഡെവലപ്പേഴ്സ് കുറെ ഫാൻസി ഫീച്ചേഴ്സ് ഇങ്ങനെ പുഷ് ചെയ്യും. ആ ഫീച്ചേഴ്സ് അവർക്ക് ആവശ്യമുള്ള സാധനമേ അല്ല. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാനൊക്കെ മുന്നേ 2-3 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ട്രാഷ് ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കി ഫ്ലോഫ്ലെക്സ് ആണെങ്കിലും ഇപ്പോൾ റീസെന്റ് ചെയ്ത ഡെൻഡോബീസ് ഒക്കെ ആണെങ്കിലും ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വയർ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് UI ചെയ്യിപ്പിച്ചു. അതായത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻസ് ഇങ്ങനെ ഉണ്ടാവുക, പേജസ് ഇങ്ങനെ ഉണ്ടാവുക, ഇതിന് ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കി. ഇത് വെച്ചിട്ട് ഞാൻ പിച്ച് ചെയ്യും കസ്റ്റമേഴ്സ് എടുത്ത്, ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുക, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം. പോലീസ് പറയും ഓക്കെ ഇത് ഇങ്ങനെ വേണ്ട, ഇത് ഞങ്ങളുടെ വർക്ക് ഫ്ലോ ഇങ്ങനെയാണ്, നമ്മുടെ സ്റ്റാഫ് ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ല, ഒരു ചെറിയ ബട്ടൺസ് ശരിയാവില്ല, വലിയ ബട്ടൺ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഔട്ട്പുട്ട് പ്രിന്റ് വേണം, നമുക്ക് SMS പോയാൽ മതി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ എടുത്ത് വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്മെന്റ് ടീമിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറെ കാര്യം ഞാൻ ട്രൈ ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്ലോഫ്ലെക്സ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞങ്ങൾ റിവ്യൂ പിറ്റിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഉണ്ടാക്കിയിട്ട് ഒരു MVP ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഒരു 1 month കൊണ്ട് MVP ഉണ്ടാക്കിയിട്ട്, MVP പറഞ്ഞാൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ഒരാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അത് ഭയങ്കര ബഗ് ഫ്രീ ഒന്നും ആണെന്ന് നിർബന്ധമല്ല, ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്ന സൊല്യൂഷനായി കഴിഞ്ഞാൽ മാത്രം മതി. അത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു നമ്മൾ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് ആയിട്ടായിരുന്നത്. റെസ്റ്റോറൻറ്റ്സിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ കൂട്ടിത്തരാം, അതായത് നിങ്ങൾക്ക് പിന്നെ പെറ്റ് പൂജ പോലത്തെ അല്ലെങ്കിൽ സ്ക്വയർ പോലത്തെ ERP POS സൊല്യൂഷൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധനം പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിങ്ങൾ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാലും ബേസിക്കലി നിങ്ങൾക്ക് മെസ്സേജ് വരും, ഹൗ വാസ് ഈ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് വരും. അപ്പോൾ ഓക്കെ ആണ് യെസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ റിവ്യൂവിൻ്റെ പ്രൊഫൈലിംഗ് അയക്കുന്നുണ്ടാവുക ആ മെസ്സേജിൽ. അപ്പോൾ അവർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിംഗ് എന്തായാലും കൂടും. അപ്പോൾ ഇത് ഞങ്ങൾ പിച്ച് ചെയ്ത്, പിച്ച് സമയത്ത് ഞങ്ങൾക്ക് ഒരു 10-30 ആൾക്കാർക്ക് പിച്ച് സമയത്ത് ഒരു 10-15 ആൾക്കാർ ഓക്കെ പറഞ്ഞു, യെസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും കൂടി വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അഡ്വാൻസ് എമൗണ്ട് വേണം, ഒരു 4,500 ലെസ് ദാൻ 5,000 റുപ്പീസ് ഞങ്ങൾ കോഷൻ ഡെപ്പോസിറ്റ് വേണം. ഇത് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 3 month കൊണ്ട് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റും, ഈ എമൗണ്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്ത് തിരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഏകദേശം ഒരു 10ഓളം ആൾക്കാർ ഈ കോഷൻ ഡെപ്പോസിറ്റ് തന്നതിന് ശേഷമാണ് ഞാൻ ഫ്ലോഫ്ലെക്സ് ബിൽഡ് ചെയ്യാൻ പോയത്.